ഹലോ ഫ്രണ്ട്സ്, അഗലി ലേറ്റസ്റ്റ് റിവ്യൂ. സരസ്വതി അമ്മ പൂമുഖത്തിരുന്ന് രാമായണം വായിച്ചുകൊണ്ടിരിക്കുക. വക്രബുദ്ധി ഉള്ളിലൊതുക്കി നല്ല ആട്ടിൻതോലണിഞ്ഞ ഒരു ചെന്നായെപ്പോലെ, ഒരു ശാലീന സുന്ദരിയെപ്പോലെ നമ്മുടെ അംബിക നിറഞ്ഞ പുഞ്ചിരിയോടെ ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസുമായിട്ട് നമ്മുടെ സരസ്വതി അമ്മയുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുവാണ്. സരസ്വതി അമ്മ അത് കണ്ടുകൊണ്ട് ചോദിക്കുന്നു, അല്ല ഇതാരാ? ഞാനാ അമ്മേ, അംബിക. ഇതെന്തോ അംബികയെ കയ്യിൽ? ഇത് മാംഗോ ജ്യൂസാ, അമ്മയ്ക്ക് കൊണ്ടുവന്നതാ. അല്ല, കാക്കയൊക്കെ ഇന്ന് മലന്ന് പറക്കുമല്ലോ. അല്ല അംബികയെ, ഞാൻ ഈ നേരത്തെ ജ്യൂസ് കുടിക്കുമെന്ന് അംബികയോട് ആരാ പറഞ്ഞേ? അയ്യോ, ആരും പറഞ്ഞതല്ല, എനിക്ക് തന്നെ തോന്നിയതാ. അതിന് അംബികയ്ക്ക് അങ്ങനെ തോന്നാൻ എൻ്റെ ശരീരം തിരഞ്ഞെടുക്കണം തോന്നിയോ? അംബികയെ, എനിക്കൊരു ജീവിത രീതിയുണ്ട്, ഒരു ചിട്ടകളുണ്ട്, ആഹാര രീതികളുണ്ട്. അതൊക്കെ അനുസരിച്ചേ ഞാൻ ജീവിക്കും. ഞാനേ ഒരു മരുന്നുകളും കഴിക്കുന്നില്ല. അംബികയ്ക്കറിയാവോ, എനിക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ അംബിക മാംഗോ ജ്യൂസാണെന്നും പറഞ്ഞ് കുറച്ച് പഞ്ചാരയൊക്കെ കലക്കിക്കൊണ്ട് വന്നല്ലോ. ഇതൊക്കെ തന്ന് എന്നെ രോഗിയാക്കാവുന്ന അംബിക കരുതിയേം വേണ്ട. അയ്യോ അമ്മേ, ഞാൻ അങ്ങനെ ഒന്നും കരുതിയില്ല. എന്തായാലും പഞ്ചസാര വെള്ളമല്ലേ അംബിക, എനിക്ക് എന്തായാലും വേണ്ട. അല്ല, ഈ ജ്യൂസും കൊണ്ട് വന്നതിലേ അംബികയ്ക്ക് എന്തോ ഒരു കാര്യം എന്നോട് ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ചേടാ, ഞാൻ മനസ്സിൽ കണ്ടത് ഈ തള്ള മാനത്ത് കണ്ടല്ലോ. ഈ തള്ള ശരിക്കും മനസ്സിലാക്കിയല്ലോ. അംബിക ഇങ്ങനെ നിന്ന് പരുങ്ങുക. പറയാം അംബിക, എന്താ ചോദിക്കാനുള്ളത്? അമ്മയുടെ വന്നിട്ടേ ഒന്ന് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും അമ്മയോടൊന്ന് സംസാരിക്കാൻ പറ്റിയില്ല. അതിനെന്താ അംബിക, ഇവിടെ ഇപ്പം സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ട്. അംബിക ചോദിച്ചോ? അയ്യോ, അതൊന്നും അല്ലമ്മേ, എനിക്ക് അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റിയില്ല. അതെന്തിനാ അംബികയെ? ഞാൻ കൈയും കാലും ഒന്നും ഒടിഞ്ഞ് കട്ടിൽ കിടക്കുമല്ലോ. അമ്മ കുറേ കാലം കഴിഞ്ഞ് വന്നതല്ലേ. അമ്മ ഇവിടുത്തെ ഗസ്റ്റല്ലേ. ആര് പറഞ്ഞു ഞാൻ ഗസ്റ്റാന്ന്? ഇത് എൻ്റെയും കൂടെ വീടാ അംബികയെ. അത് മാത്രമല്ല, പ്രതാപൻ എൻ്റെ മരുമകനാ. അത് അംബികയ്ക്ക് അറിയില്ലേ? അയ്യോ അറിയാമേ, ഈ വിളഞ്ഞ തള്ളയുടെ അടുത്ത് ഒരു പണിയും നടക്കില്ല. തടി കേടാകുന്നതിന് മുമ്പേ പോകുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് അംബിക പറയുക. എന്നാലേ ഞാൻ ഈ ജ്യൂസ് അടുക്കളയെ കൊണ്ട് വെച്ചിട്ട് വരട്ടെ. അംബിക എന്തോ തരികിടയ്ക്ക് വന്നതാണെന്ന് സരസ്വതി അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. സരസ്വതി അമ്മ പറയാം, നിൽക്കവിടെ. അംബിക എന്താണ് എന്നോട് ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ അത് ചോദിച്ചിട്ട് പോയാൽ മതി. ചേടാ, തള്ള കയ്യോടെ പിടികൂടിയല്ലേ, എന്താ പറയേണ്ടത്? അമ്മേ, ഞാൻ എന്തോ ചോദിക്കാനായിട്ട് വന്നതാ. എന്തോന്നറിയില്ല, ഞാൻ അതങ്ങ് മറന്നുപോയി. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ. അല്ലമ്മേ, ഈ പിള്ളേരെയും കൂട്ടിയിട്ടേ അമ്മ എന്തിനാ ഇപ്പം സൂര്യമംഗലത്തിലോട്ട് പോകുന്നത്? പിള്ളേരോ? ഏത് പിള്ളേര്? ആരുടെ കാര്യം അംബിക പറയുന്നത്? അല്ലമ്മേ, ഋതികയുടെയും രാജുവിൻ്റെയും. അംബിക അത്രയും പറയുമ്പോഴേക്കും സരസ്വതി അമ്മ ചേരാനങ്ങ് ചാടി എഴുന്നേറ്റിട്ടെ, അതെ എൻ്റെ കുഞ്ഞുമക്കളാ, അവരെയും കൂട്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും. അത് ചോദിക്കാൻ നീ ആരാടി? നിന്റെ വിളച്ചിലും കൊണ്ടേ എൻ്റെ നേരെ വന്നേക്കരുത്. നീയേ വളരെ സൂത്രങ്ങൾ മെനയുന്ന ഒരു പെൺ ചെന്നായാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ അടുത്ത് വേണ്ട നിന്റെ ഈ വക അഭ്യാസം. അവളുടെ ഒരു ലോഹ്യം പറച്ചിൽ, അവിടെ ഒരു മാംഗോ ജ്യൂസ്. എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെങ്കിലേ ഞാൻ യാമിനിയോട് ചോദിച്ചോളാം. നിന്റെ ഒരു സഹതാപവും വേണ്ട, കേട്ടോടി എന്നൊക്കെ സരസ്വതി അമ്മ അംബികയെ നോക്കി അങ്ങോട്ട് പറഞ്ഞപ്പോൾ അംബികയുടെ ഒരു നിൽപ്പ് കാണണം. എന്താ ഗൗരവോ അഹങ്കാരത്തിൽ നിന്ന് അംബിക തല കുനിഞ്ഞ് നാണിച്ച് വിളറി വെളുത്തങ്ങനെ നിൽക്കുക. നോക്കി നിൽക്കാതെ നീ പോയി നിന്റെ പണി നോക്കടി. നിന്റെ കൾച്ചറല്ല എൻ്റെ കൾച്ചർ. അമ്മേ, ഞാനൊരു ജ്യൂസ് കൊണ്ടുവന്നതിന് അമ്മ എന്നെ ഇത്രയ്ക്കൊക്കെ എന്ന് പറയുമ്പോഴേ സരസ്വതി അമ്മ ഷട്ടപ്പ്, മിണ്ടിപ്പോകരുത് നീ. സരസ്വതി അമ്മയെ നോക്കി ഇങ്ങനെ വിളറി നിൽക്കുന്ന അംബികയെ വീണ്ടും സരസ്വതി അമ്മ പറയാം, പൊയ്ക്കോ എൻ്റെ കൺമുന്നിൽ നിന്ന്. സരസ്വതി അമ്മയ്ക്കുള്ള പണി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആലോചിച്ചുകൊണ്ട് അംബിക ഇങ്ങനെ പോവുകയാണ്. രാജുവും ഋതികയും ആ വാതുക്കലെത്തി. അത് കണ്ടോണ്ട് ദീപക് ഓടിച്ചെന്നിട്ട്, അമ്മേ ഇതാ വരുന്നുണ്ട് ആ നവദമ്പതികൾ കപ്പിൾസ്. അയ്യോ, അവർ വരികയോ പോവുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഞാൻ ഒന്നിനും ഇല്ലേ. ആ കിളവിയുടെ വായിലേക്കിനെ ഒന്നും കേൾക്കണ്ടല്ലോ. എന്താ അമ്മേ, അമ്മ തോൽവി സമ്മതിച്ച് പിന്മാറുവാണോ? അങ്ങനെയാണെങ്കിലേ ഇവറ്റകളുടെ ഒന്നും അടിമകളായിട്ടൊന്നും എന്നെക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ അവരുടെയൊക്കെ മുന്നിൽ തല കുമ്പിട്ട് ജീവിക്കാൻ ഞാനും തയ്യാറല്ലടാ മോനെ. പഴയ അംബികയായിട്ട് മാറാൻ എനിക്ക് ഒരു മടിയുമില്ല. ഇല്ലാതാക്കും ഞാൻ എല്ലാത്തിനെയും. ഋതികയും രാജും ചിരിച്ച് സന്തോഷത്തോടെ കയറി വരുവാണ്. അപ്പോൾ യാമിനി പറയുന്ന, ശേഖരേട്ടാ അതാരാ വന്നതെന്ന് നോക്കിക്കേ. അംബികയ്ക്കും മോനും മാത്രം അതങ്ങോട്ട് സുഖിച്ചില്ല. ചെറിയമ്മേന്ന് വിളിച്ചോണ്ട് ഋതിക ഓടി വന്ന് യാമിനിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ്. അത് കണ്ടിട്ട് അംബികയ്ക്ക് പൊറുക്കുന്നില്ല. അവളിങ്ങനെ മനസ്സിൽ പറയും, ഓ വാത്സല്യം അങ്ങ് നെയ്യാറ് പോലെ അങ്ങോട്ട് ഒഴുകുക. യാമിനി പറയുന്നു, മോളെ ഒരു ദൂരെ യാത്ര പോവുക, എന്തുകൊണ്ടും നല്ലതിന്. അതുകൊണ്ട് രണ്ടുപേരും വേഗം പോയി പൂജാ റൂമിൽ പോയി നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വാ. അമ്മാമ്മ ഇപ്പം റെഡിയായി വരും.
അങ്ങനെ രാജുവും ഹൃതിയും കൂടെ പൂജാ റൂമിലോട്ട് പോവാണ്. അംബികയ്ക്കും മോനും അങ്ങോട്ട് സഹിക്കുന്നില്ല. രണ്ടും ഇങ്ങനെ മുറുമുറുത്ത് നിൽക്കുക. ഇതൊക്കെ ശേഖരനെയും യാമിനിയും കണ്ട് അവർക്കൊരു നേരം പോക്ക് പോലെ അവരിങ്ങനെ പരസ്പരം ചിരിക്കുന്നുണ്ട്. ഹൃതികയും രാജുവും കൈകൂപ്പി നല്ല മനസ്സിരുത്തി ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒളിച്ചു നോട്ടക്കാരൻ ദീപക്ക് അവരുടെ പ്രാർത്ഥനാ മുറിയുടെ വാതൊക്കെ വന്നിങ്ങനെ ഒളിച്ചു നിൽക്കുക. അവരെന്താ പറയുന്നതെന്ന് അറിയണമല്ലോ. ഹൃതിക രാജുവിനോട് ചോദിക്കുന്നു, രാജു എന്തോ പ്രാർത്ഥിച്ചത്? അയ്യോ, അത് ഒരാൾ പ്രാർത്ഥിച്ചതേ മറ്റൊരാളോടൊന്നും പറയാൻ പാടില്ല. പറയുന്നല്ലേ, എന്താ രാജു കുഴപ്പം? ഞാൻ മറ്റാരുമല്ലല്ലോ, സ്വന്തം ഭാര്യയല്ലേ. രാജു പറയാം, അയ്യോ അതിനെക്കുറിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചത്. പറ രാജു, ഞാനൊന്ന് അറിയട്ടെ. രാജു കുറച്ച് നാണിച്ചും വിഷമിച്ചും വിങ്ങി എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എന്നാലും പറയുക, നമ്മളിപ്പോൾ തറവാട്ടിലോട്ടല്ലേ പോകുന്നത്, അവിടെ വെച്ച് വല്ലതും അതിന് അമ്മമ്മ നിർബന്ധിക്കല്ലേ എന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. വേറൊരു കാര്യമോ? അതെന്തു കാര്യമോ രാജു? അതെ, ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമേ. എന്തു പറയണമെന്നറിയാതെ പെട്ടെന്ന് രാജു പറയാം, ദാഹശമനിയെ. അത് കേട്ടിട്ട് ചിരിച്ചോണ്ട് ഹൃതിക പറയാം, ശാന്തി മുഹൂർത്തം. ഹൃതിക ഒരുമാതിരി കളിയാക്കി ചിരിക്കുമ്പോൾ രാജുവിനങ്ങ് നാണം വരുക. പുറത്ത് കാത്തു നിൽക്കുന്ന ദീപക്കിത് കേട്ട് അവൻ പറയുക, ഇവനിത് എവിടുത്തുകാരനാടാ? ശാന്തി മുഹൂർത്തത്തിന് അവൻ പറയുന്നത് കേട്ട ദാഹശമനി. ഇങ്ങനെയുണ്ടോ ഒരു വിഡ്ഢി? ഹൃതികയ്ക്കാന്നെ ചിരി സഹിക്കാൻ വയ്യ. രാജു പറയാ, വേണ്ട, കൂടുതൽ കളിയാക്കിയൊന്നും വേണ്ട. എന്നാലേ ആ മുഹൂർത്തത്തിന് അവസരം ഒരുക്കല്ലേ എന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയില്ലേ രാജു? ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞ് കാണുമെന്നാ അമ്മാമ്മ വിചാരിച്ചിരിക്കുന്നത്. അത് കേട്ടിട്ട് രാജു ഒരുമാതിരി അമ്പരന്ന് വെപ്രാളത്തോടെ പറയാം, അയ്യോയ്യോ അത് പറ്റില്ല, അമ്മാമ്മയ്ക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിലേ അത് മാറ്റണം. ഹൃതിക രാജുവിനെ ഒന്ന് കളിയാക്കിയിട്ട്, എന്നാൽ രാജു വാ എന്നും പറഞ്ഞ അവർ പുറത്തോട്ട് വരുമ്പോൾ ദാണ്ട നീർക്കോലി പോലെ തലയിൽ നീട്ടിക്കൊണ്ട് ദാ നിൽക്കുന്ന ദീപക്. അവനെ കണ്ടുകൊണ്ട് ഹൃതിക്ക് ദേഷ്യം വരെ. നീ എന്താ ഇവിടെ ഒളിച്ചു നിൽക്കുമായിരുന്നോ? ഒളിച്ചു നിൽക്കാനോ? എന്തിന്? എടാ, മറ്റുള്ളവർ പറയുന്നതൊക്കെ കേൾക്കാന്. നിനക്ക് പണ്ട് മുതലേ അതായിരുന്നല്ലോ ജോലി. ബെഡ്റൂമിൽ ഒളിച്ചു നോട്ടം, വാഷ്റൂമിൽ ഒളിച്ചു നോട്ടം. ഹൃതിക എങ്ങനെ പറഞ്ഞപ്പോൾ ദീപക് പെട്ടെന്ന് എന്ത് പറഞ്ഞടി എന്നും പറഞ്ഞ് കൈ പൊക്കുമ്പോൾ രാജു ആ കൈ പിടിച്ചങ്ങ് തിരിച്ച്, വേണ്ടളിയ, എൻ്റെ അളിയൻ കൈ ചൂണ്ടിയാലേ ഈ കൈ ഞാനിഞ്ഞെടുക്കും. ഹൃതിക അവനെ വിടാൻ പ്ലാനില്ല. എടാ ദീപക്കെ, നീ എന്തിനാ അവിടെ ഒളിഞ്ഞു നിന്നെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു യാത്രയ്ക്ക് പോകുമല്ലേ, നിങ്ങളുടെ യാത്ര സുഖമായിരിക്കാൻ വേണ്ടിയേ ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. രാജു ദീപക്കിനോട് പറയാ, പിന്നെ ഞങ്ങൾ പോകുന്നതിൻ്റെ പിന്നാലെ എൻ്റെ അളിയൻ എന്തെങ്കിലും തരികട പരിപാടിയായിട്ട് വന്നാൽ കുറേ നാൾ പിന്നെ നീ എഴഞ്ഞു നടക്കേണ്ടി വരും കേട്ടോടാ അളിയ എന്നൊക്കെ പറഞ്ഞിട്ട് രാജു ഹൃതിയെ അങ്ങ് പോവുക. ദീപക് അവിടെ നിന്നുണ്ട് ആലോചിച്ച് ചിരിക്കുക. അപ്പോഴിതുവരെയും ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല. അത് തന്നെ ഒരു ഭാഗ്യം. എന്നിട്ട് അവൻ അംബികയുടെ അടുത്തോട്ട് ഓടി വന്നിട്ട് പറയാം, അമ്മേ, രസമുള്ള ഒരു രഹസ്യമുണ്ട്. നിൻ്റെ രസവും സാമ്പാറും അവൈലബിളുള്ള രഹസ്യത്തിനെ എന്താടാ ഇത്ര പുതുമ? അതിപ്പം തന്നെ നീ പറയടാ. അമ്മേ, ഞാൻ ആ രഹസ്യം പറയാമേ, ആ കപ്പിൾസ് ഒന്ന് പൊയ്ക്കോട്ടെ. അങ്ങനെ സരസ്വതി അമ്മയും ഹൃതികയും രാജുവും എല്ലാം ഒരുങ്ങി സൂര്യമംഗലത്തോട്ട് പോകാനുള്ള പുറപ്പാടാണ്. ശേഖറും യാമിനിയും വന്ന് യാത്രയപ്പിന് നിൽക്കുന്നുണ്ട്. അമ്മേ, ജ്യൂസോ വല്ലതും വേണോ എന്നിങ്ങനെ യാമിനി ചോദിക്കുമ്പോൾ, വേണ്ട മോളെ, കുറച്ച് വെള്ളം മതി എന്നും പറഞ്ഞ് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് നമ്മുടെ സരസ്വതി അമ്മ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ശേഖര, യാമിനി എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ യാത്ര ചോദിക്കുന്നുണ്ട്. ദാണ്ട ദുശകനം പോലെ അമ്മയും മകനും മുന്നിൽ വന്ന് നിൽക്കുന്നു. സരസ്വതി അമ്മയ്ക്ക് ഇതിൽ പോരെ ഒരു ദേഷ്യമില്ല. ദേഷ്യം കൊണ്ട് വിറയ്ക്കുക. ഈ പിശാചുക്കളെയാണല്ലോ മുന്നിൽ കണ്ടത് എന്നുള്ള ഒരു നോട്ടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. എല്ലാവരും ഒരുമാതിരി ഇഷ്ടക്കേടോടെ ദേഷ്യത്തോടെ അംബികയും മോനെ നോക്കുവാണ്. എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ എന്ന് കരുതി അംബിക ഓടി വന്ന് ചോദിക്കുന്നു, അമ്മ ഇനി എന്നാ തിരിച്ചു വരുന്നത്? അതെ, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വരും. എന്താ അംബികയ്ക്ക് എന്നെ കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? അയ്യോ ഇല്ലമ്മേ എന്നും പറഞ്ഞിങ്ങനെ കുനിഞ്ഞു നിൽക്കുവാണ്. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ ശേഖര എന്നും പറഞ്ഞ് സരസ്വതി അമ്മയും രാജുവും ഹൃതിയെ അങ്ങ് പോവുകയാണ്. ആ വേതാളം മോൻ അമ്മയോട് പറയാം, അമ്മേ, ഞാൻ അവരെ ഫോളോ ചെയ്തിട്ട് എന്തിനാടാ? അവർക്കുള്ള സമയം അടുത്ത് വരുന്നുണ്ട്. ഈ പോക്കിൻ്റെ ഉദ്ദേശം എന്താ അമ്മേ? ആ പോക്കിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം, അതൊക്കെ ഞാൻ നിന്നോട് പുറകെ പറയാം. സരസ്വതിയമ്മയും പേരക്കുട്ടികളും വരുന്നെന്നറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു സൂര്യമംഗലം കൊട്ടാരത്തിൽ വലിയ ആഘോഷത്തോടെ ആളുകളെല്ലാം വാതക്കലിങ്ങനെ കാത്തു നിൽക്കുവാണ്, പൂച്ചെണ്ടും പൂമാലയൊക്കെ ആയിട്ട്. ആരതിത്തട്ടും കാല് കഴുകാനുള്ള കിണ്ടിയും വെള്ളവും പൂവും എല്ലായിട്ടും ഇങ്ങനെ ആളുകൾ നിരന്ന് നിൽക്കുവാണ്. കാര്യസ്ഥനാണെന്ന് തോന്നുന്നു. അയാൾ പറയുന്നുണ്ട്, തമ്പുരാട്ടി വരുന്ന കാര്യം ഇവിടെ നാട്ടുകാരെ ആരെ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ നാട്ടുകാരെ കൊണ്ട് നിൽക്കാൻ വയ്യാതായിപ്പോയേനെ.
ആരതി തട്ടുകൊണ്ട് ഒരാളിങ്ങനെ ആരതി ഒഴിയാൻ നോക്കുമ്പോൾ സരസ്വതിയമ്മ പറയുന്നു, നിൽക്ക് എന്നെ അല്ല നിങ്ങളിപ്പോൾ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കേണ്ട ആളതായി കാറിനകത്തുണ്ട് എന്നും പറഞ്ഞ് ഋതിക ഇറങ്ങി വരുമ്പോൾ ഋതിക ഇതാരാണെന്ന് മനസ്സിലായോ? അപ്പോൾ ആ കാര്യസ്ഥൻ പറയുന്നു, അയ്യോ ഇത് പത്മാവതി കുഞ്ഞിൻ്റെ മോളല്ലയോ, ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടി, ഞങ്ങളുടെ കുഞ്ഞ് രാജകുമാരി. മോള് മാത്രമല്ല മോടെ ഭർത്താവും വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാജുവും കാറിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ഇവരെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആരതി തട്ടൊഴിയുകയും കാലിൽ വെള്ളമൊഴിക്കുകയും അങ്ങനെയുള്ള സ്വീകരണ മുറകളൊക്കെ നടക്കുന്നുണ്ട്. രാജുവിനെയും ഋതികയും പൂമാലയിട്ട് തിലകമൊക്കെ ചാർത്തി അങ്ങനെ അവരെല്ലാവരുടെ അകത്തോട്ട് ആനയിക്കുവാണ്. അകത്തോട്ട് കയറുമ്പോൾ ആ ഹാളിൽ തന്നെ വലിയൊരു ഫോട്ടോ, ആ ഫോട്ടോയുടെ അടുത്തോട്ടാണ് സരസ്വതിയമ്മ അവരെ കൊണ്ടുപോയി നിർത്തിയത്. ആ ഫോട്ടോയും ആ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയൊക്കെ നോക്കി സരസ്വതിയമ്മ ഒരുപാട് പുറകോട്ട് ചിന്തിക്കുവാണ്. എല്ലാം ഇങ്ങനെ നോക്കി സരസ്വതിയമ്മ വിഷമിച്ച് നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നു, ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് മോളുടെ മുത്തശ്ശൻ, എൻ്റെ ഭർത്താവ് മഹാദേവ വർമ്മ. മക്കൾ മുത്തശ്ശനെ വന്നിച്ചോളൂ എന്ന് സരസ്വതിയമ്മ പറയുമ്പോൾ രാജുവും ഋതികയും മുത്തശ്ശനെ തൊഴുന്നുണ്ട്. രാജു അവിടെ നിന്ന് 2 കൈകൂപ്പി തൊഴുതിട്ട് പറയുക, എൻ്റെ ബഹുമാനീയരായ മുത്തശ്ശന്മാരെ, എൻ്റെ അപ്പൂപ്പ, ഞാൻ ഈ തമ്പുരാട്ടിക്കുട്ടിയെ തട്ടിയെടുത്തതൊന്നും അല്ല. നിങ്ങൾക്കൊക്കെ സത്യം അറിയാവുന്നതല്ലേ, അവിവേകമാണെങ്കിൽ എന്നോട് പൊറുക്കണേ. അങ്ങനെ അപ്പൂപ്പൻ്റെ ആ ഫോട്ടോയ്ക്ക് രാജുവും ഋതികയും പൂക്കളൊക്കെ അർപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ കാര്യസ്ഥൻ എല്ലാവർക്കും കുടിക്കാനുള്ള ഇളനീർ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവരെല്ലാവരും അങ്ങനെ ഇളനീർ വാങ്ങിയൊക്കെ കുടിക്കുവാണ്. രാജു സരസ്വതിയമ്മയോട് ചോദിക്കുന്നു, അമ്മമ്മ കൽക്കട്ടയിലായിരുന്നപ്പോഴേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്? അതിനിവിടെ കാര്യസ്ഥനും മറ്റ് ജോലിക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ അങ്ങ് നോക്കിക്കോളും. ഇവിടുത്തെ വരുമാനമൊക്കെ കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കാര്യസ്ഥൻ അങ്ങോട്ട് വന്നിട്ട് സരസ്വതിയമ്മയോട് പറയുന്നു, മാഡം അക്കൗണ്ടൻറ്റ് മേനോൻ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ? പിന്നെന്താ, വരാൻ പറഞ്ഞോളൂ. അങ്ങനെ ആ മേനോൻ വന്ന് സരസ്വതിയമ്മയ്ക്ക് നമസ്കാരമൊക്കെ പറയുന്നു. ഇവരെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, മനസ്സിലായി, ഞാൻ വരുന്ന വഴിയിലേ എല്ലാം അറിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, സരസ്വതിയമ്മ ആ അക്കൗണ്ടൻറ്റിനെ വിളിച്ചു വരുത്തിയത് എന്തൊക്കെയാണ് സരസ്വതിയമ്മ ഇനി ചെയ്യാൻ പോകുന്നത്? സ്വത്തുക്കളെല്ലാം ഋതികയുടെയും രാജുവിൻ്റെയും പേരിൽ എഴുതി വെക്കാൻ പോവുകയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളുമായി നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.